ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ സാരി ബ്ലൗസ് തയ്ച്ചിടാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. അതും പ്രൊഫഷണൽ സ്റ്റൈലിൽ തയ്ച്ചിടാനായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ടക്ക് കിട്ടാനും ഫ്രണ്ട് പാർട്ടൊക്കെ നല്ല ഭംഗിയിലിരിക്കാൻ വേണ്ടിയിട്ടും നല്ല മൊത്തത്തിൽ ആ ഒരു ബ്ലൗസ് നല്ല പെർഫെക്ഷനോട് കൂടി ഇടണം എന്ന ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ക്ലാസ്സാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതായത് സാരി ബ്ലൗസിൻ്റെ 4 ടക്ക് ബ്ലൗസാണ് നമ്മളിപ്പോൾ ഇന്ന് ചെയ്യുന്നത്. അതിൻ്റെ മെഷർമെൻറ്റ്സ് എടുത്തിട്ട് അതിന്ന് നമ്മൾ പേപ്പർ കട്ടിങ്സിലേക്കാണ് നമ്മളിത് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ കസ്റ്റമറിൻ്റെ കൂടുതലായിട്ട് വർക്ക് ഓൾറെഡി ഉണ്ട്. അപ്പോൾ അത് തന്നെ സെയിം അളവിൽ ഒരുപാട് ബ്ലൗസ് തയ്ക്കാനുള്ളത് കൊണ്ടാണ് നമ്മളിത് ന്യൂസ് പേപ്പറിൽ കട്ട് ചെയ്യണത് കേട്ടോ. അപ്പോൾ എനിക്കത് എപ്പോൾ വരുമ്പോഴും അതേ അളവിൽ വെച്ചിട്ട് പാറ്റേൺ വെച്ചിട്ട് നമുക്ക് വേഗം ചെയ്യാൻ എളുപ്പത്തിനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ട്രിക്ക് നിങ്ങൾക്കും നിങ്ങളുടെ ലൈഫിൽ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഈ ചെയ്യുന്ന ന്യൂസ് പേപ്പറിൽ ചെയ്യുന്ന ആ ഒരു രീതി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രസ്സ് തന്നെ എപ്പോഴും വേഗം തയ്ക്കണം എന്ന് വെച്ചാൽ അളവെടുക്കാൻ നിൽക്കാൻ സമയമില്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന രീതിയായിട്ട് നിങ്ങളിത് എടുക്കാം. അല്ല നിങ്ങൾ ഒരു ഷോപ്പൊക്കെ ഇട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കസ്റ്റമറുടെ ഡ്രസ്സിൻ്റെ പെർഫെക്റ്റ് ആയുള്ള അളവുകളെല്ലാം എടുത്തിട്ട് ഒരു പാറ്റേൺ ഉണ്ടാക്കി വെച്ച ശേഷം പിന്നീട് ആ കസ്റ്റമർ വീണ്ടും ഡ്രസ്സ് അതേ ടൈപ്പ് ബ്ലൗസ് തയ്ക്കാൻ തരുമ്പോൾ നിങ്ങൾക്ക് അതേ മെഷർമെൻറ്റ് വെച്ച് തന്നെ വീണ്ടും ടൈം ലാഭിച്ചിട്ട് തയ്ച്ചു കൊടുക്കാൻ കട്ടിങ് വളരെ നിഷ്പ്രയാസം ചെയ്ത് കൊടുക്കാൻ പറ്റാവുന്ന രീതിയായിട്ട് നിങ്ങൾക്കത് ഉപയോഗിക്കാം. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ അതുപോലെ ചെയ്യുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ഈ ബ്ലൗസിൻ്റെ അളവ് വെച്ചിട്ടാണ് നമ്മളൊരു പാറ്റേൺ ഉണ്ടാക്കുന്നത്. ഈ പാറ്റേൺ വെച്ചിട്ട് തന്നെ എനിക്ക് ഈ കസ്റ്റമർക്ക് തന്നെ ഒന്നിൽ കൂടുതൽ, അതായത് 3-4 ഡ്രസ്സ് എനിക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ട് ഇപ്പോൾ ഓൾറെഡി ഇരിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഒരെണ്ണത്തിന് അളവ് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളതൊക്കെ വേഗം ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ അളവെടുക്കാനായിട്ട് നിൽക്കണ്ട. അപ്പോൾ ആ ഒരു രീതിയാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ബാക്ക് പാർട്ടിൻ്റെ അളവെടുക്കാം. അതും പ്രൊഫഷണൽ രീതിയിലാണ് നമ്മളിതിൽ പറയുന്നത് കേട്ടോ. സാധാരണ രീതിയിൽ ചെയ്യുന്ന ഒരു ചുരിദാർ നമ്മൾ 2 വർഷം മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടു നോക്കി നോക്കൂ. അത് നോർമൽ ബ്ലൗസിന് തയ്ക്കുന്ന രീതിയാണ്. ഇത് ഫ്രണ്ട് പാർട്ട് ക്രോസ് ആണ് വെച്ചിരിക്കുന്നത്. ഫ്രണ്ട് പാർട്ട് ക്രോസ് കട്ടിങ് ബ്ലൗസിൻ്റെ ഒരു അളവ് ഡ്രസ്സ് തന്നിരിക്കുന്നത്. അത് വെച്ചിട്ട് നമ്മൾ നോർമൽ ബ്ലൗസ് തയ്ക്കുന്ന രീതിയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ഒരു ലൈക്കും കൂടി തരാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് പറയുക. അതുപോലെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കുക. പിന്നെ നമ്മുടെ ചാനലിന് മെമ്പർഷിപ്പ് കിട്ടിയിട്ടുണ്ട്. മെമ്പറായിട്ട് വരാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് മെമ്പറായിട്ട് വരാം കേട്ടോ. അപ്പോൾ ഡൗട്ട്സൊക്കെ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ഫോൺ വഴിയായിട്ട് ചോദിക്കാം. അപ്പോൾ ഫോൺ വഴിയായിട്ട് ചോദിച്ചാൽ നമുക്ക് കുഞ്ഞു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മെമ്പർ ആ ജോയിൻ ബട്ടണിൽ അഭ്യർത്ഥിയിട്ട് കയറിയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് മറ്റുള്ളവർക്ക് കിട്ടില്ല കേട്ടോ. നിങ്ങളുടെ ഡൗട്ട്സ് മാത്രമായിരിക്കും അതിനകത്ത് ആൻസർ ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ അതിന് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അതിനാദ്യമായിട്ട് നമ്മൾ ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ട് ഇങ്ങനെ നിവർത്തിയിടാം. ഓക്കെ, ഇങ്ങനെ നിവർത്തിയിട്ടിട്ടാണ് നമ്മൾ അളവെടുക്കേണ്ടത് കേട്ടോ. ആദ്യം തന്നെ അളവെടുക്കേണ്ടുന്ന ഒരു രീതി ഇങ്ങനെ നിവർത്തിയിടുക. അത് നമ്മൾക്ക് വരുന്ന വശത്തേക്കാക്കിയിട്ട് ഇടാം. അത് ഇടുമ്പോൾ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളും കൂടിയും പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഈ ഒരു വേസ്റ്റ് ഭാഗത്തെ മെഷർമെൻറ്റിൻ്റെ ഈ ഒരു ഭാഗം ഇങ്ങനെ ഒപ്പാക്കിയിട്ട് ഇങ്ങനെ നിവർത്തിയിടുക. പിന്നെ അതുപോലെ ഈ കക്ഷത്തിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് നിവർത്തിയിടുക. ഓക്കെ, ഇതുപോലെ ഇവിടെ നിന്ന് ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒപ്പാക്കിയിട്ട് ഇങ്ങനെ നിവർത്തിയിടുക. അതേപോലെ ഇപ്പുറത്തെ സൈഡിൽ നിന്നും ഇതുപോലെ ഒപ്പാക്കിയിട്ട് ഇങ്ങനെ നിവർത്തിയിടുക. അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒപ്പാക്കി നിവർത്തിയിട്ട ശേഷം ഇവിടെ മുകളിലൊരു സ്കെയിൽ വയ്ക്കുക. ഇങ്ങനെ സ്കെയിൽ വയ്ക്കുക. അത് നമ്മൾ ചെയ്യണത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെക്കിൻ്റെ ആ ഒരു ഇത് വൈഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിങ്ങനെ വല്ലാണ്ട് മലച്ച് പോവാതിരിക്കാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഭാഗം ഒപ്പാക്കിയിട്ട ശേഷം വയ്ക്കുന്നത് കേട്ടോ. ഈ ഭാഗം ഒപ്പാവണം. ഈ ഭാഗം ഇങ്ങനെ കറക്റ്റായിട്ടിരിക്കണം. ഈ കഷകൂടി കറക്റ്റ് ഈ ഒരു 4 ഭാഗം കൃത്യമായിട്ട് ഈക്വലായിട്ട് വരുന്ന രീതിയിൽ തന്നെ വെക്കണം. അങ്ങനെ ശേഷം വെച്ചാൽ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ആക്കിയിടാം. എന്നിട്ട് മുകളിലൊരു സ്കെയിൽ വയ്ക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ അളവെടുക്കാൻ എളുപ്പമാണ്. ഈ അളവെടുക്കാത്ത രീതിയിൽ നമ്മൾ നോർമലി ഒരു വേഗം തയ്ച്ചു കൊടുക്കണം എന്ന രീതിയിൽ അടുത്തുള്ള വീട്ടുകാർക്ക് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ആൾക്കാർക്കൊക്കെ തയ്ച്ചു കൊടുക്കുന്ന രീതിയിൽ ഓൾറെഡി 2 വർഷം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ ഞാൻ 3 കാറ്റഗറിയായിട്ട് തിരിച്ചിട്ടാണ് വീഡിയോ ഇട്ടിരിക്കുന്നത്. പക്ഷേ ഇത് പ്രൊഫഷണൽ രീതിയിൽ തയ്ക്കുന്നതുകൊണ്ട് കൂടുതൽ പെർഫെക്ഷൻ കിട്ടണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഷോൾഡർ എടുക്കാൻ ഇതുപോലെ ഒന്ന് സ്കെയിൽ വെച്ചാൽ മതി, ഒപ്പം വെച്ചാൽ മതി. എന്നിട്ട് ഷോൾഡറിൻ്റെ അളവ് കൊടുത്തെടുക്കാം. അപ്പോൾ നമുക്ക് ദേ വന്നിട്ട് 11.5 നമുക്ക് വന്ന അളവ് കേട്ടോ. ഷോൾഡർ ടു ഷോൾഡർ നമുക്ക് 11.5 കിട്ടി. അപ്പോൾ 11.5യുടെ നമുക്ക് ഇതിങ്ങനെ ഫുള്ളായിട്ട് വിരിച്ചിടുമ്പോഴല്ലേ നമ്മൾ ഈ ഒരു ബാക്ക് പാർട്ട് ഫോൾഡ് ചെയ്തിട്ടാണ് എടുക്കാമല്ലോ. അപ്പോൾ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുന്നത് കൊണ്ട് അതിൻ്റെ പകുതിയാണ്, ഹാഫ് ഷോൾഡറാണ് എടുക്കേണ്ടത്. ഇപ്പോൾ ഫുൾ ഷോൾഡറാണ് നമ്മൾ എടുത്തത് ബാക്കിൻ്റെ. അതിൻ്റെ ഹാഫായിട്ട് കാണുമ്പോൾ നമുക്ക് വേണ്ടുന്ന അളവെന്ന് പറഞ്ഞാൽ അതിനെ ഒന്ന് ടേപ്പിനെ ഒന്ന് മടക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 5.25 വരുന്നത്. ഓക്കെ, 5.25 കിട്ടിയിട്ടുള്ളത്. ഈ 5.25ൻ്റെ മെഷർമെൻറ്റ് നമ്മൾക്ക് എഴുതി വയ്ക്കണം. നമുക്ക് ഷോൾഡർ വന്നിട്ട് നമുക്ക് 5.25 നമ്മുടെ അളവ് വന്നിട്ടുള്ളത്. അത് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം
ഇനി നമുക്ക് അതിൻ്റെ ബാക്ക് പാർട്ടിൻ്റെ ഇറക്കമാണ് നമുക്കിനി കണ്ടുപിടിക്കാനുള്ളത്. ബാക്ക് പാർട്ടിൻ്റെ ഇറക്കം നമുക്ക് ഇതിങ്ങനെ പിടിച്ച് നോക്കാം. ഇവിടെ നിന്ന് ഈ ഒരു ഷോൾഡറിൻ്റെ ഈ ഭാഗത്തു നിന്ന് ഇങ്ങനെ പിടിച്ചപ്പോൾ നമുക്ക് എത്രയാണ് വന്നത്? 13.5 വന്നിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ എന്നിട്ട് ഇങ്ങനെ പഠിച്ചിട്ട് നമുക്ക് മനസ്സിലാവണില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കിട്ടണമെന്ന് വെച്ചാൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് പിടിച്ചാലും മതി. അങ്ങനെ പിടിച്ചാൽ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് 13.5 തന്നെയാണ് നമുക്ക് വന്നിട്ടുള്ളത് കേട്ടോ. 13.5 ഇങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗം തൊട്ട് ഇവിടം വരെയുള്ള അളവ് എടുത്തു. അത് നമുക്ക് 13.5 വന്നിരിക്കുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യേണ്ട അളവ് എന്ന് പറഞ്ഞാൽ 3/4 ഇഞ്ചാണ്. മുകളിലൊരു 1/4 ഇഞ്ച് ഒരു പോയിൻറ്റ് എന്ന് പറയുന്നത് ഇതാ. ഇത് 1/4 ഇഞ്ച് ഒരു പോയിൻറ്റ്. അതിന് ഒരു പോയിൻറ്റിന് ഒരു നൂലെന്നാണ് പറയുക ശരിക്ക്. 1/4 ഇഞ്ച് ഒരു നൂല്. ഓക്കെ, അങ്ങനെയാണ് മുകൾ ഭാഗത്ത് തയ്യൽ തുമ്പ് പോകുന്നത്. അതേ അളവ് തന്നെ താഴെയും തയ്യൽ തുമ്പ് പോകും. അങ്ങനെ 1/4 ഇഞ്ച് ഒരു പോയിൻറ്റും 1/4 ഇഞ്ച് ഒരു പോയിൻറ്റും കൂടി 3/4 ഇഞ്ചാണ് നമുക്ക് തയ്യൽ തുമ്പ് ആഡ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് കിട്ടിയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബ്ലൗസിന് ശരിക്കും ഇവിടെ വരെയാണ് ശരിക്കും ഒരു ഷോൾഡർ ഉള്ളത്. പക്ഷേ ഇത് ഒരു അനക്കം കയറി നിൽക്കുന്നുണ്ട് പിടിച്ച് വലിക്കുമ്പോൾ, കുറച്ച് വലിച്ച് പിടിച്ചെടുക്കുമ്പോൾ കേട്ടോ. അപ്പോൾ 13.4 എടുത്താലും ശരിക്കും ഈ ഒരു ബ്ലൗസിൻ്റെ ഒരളവായിട്ടുണ്ട്. 2x2 തുണിയാകുമ്പോൾ ചിലപ്പോൾ ചുരുങ്ങാൻ സാധ്യതയുള്ളത് കൊണ്ട് ഞാനൊരു 1/4 ഇഞ്ച് കൂട്ടിയിട്ടാണ് എടുത്തത് കേട്ടോ. ബാക്ക് പാർട്ടിൻ്റെ ഇറക്കം കുറേ ഉണ്ടാകുന്ന വിചാരിച്ചിട്ട് ഞാനൊരു 1/4 ഇഞ്ച് കറക്റ്റ് ഇവിടെ നിന്ന് കണ്ട് ഇങ്ങനെ ഷോൾഡർ ഇങ്ങനെ കയറി നിൽക്കുന്നുണ്ട്. ഇങ്ങനെ ഇതുപോലെ ഒപ്പാക്കി ഇട്ടപ്പോൾ കയറി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് എടുത്തിരിക്കുന്നതിൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് 13.4 പക്ഷേ നമ്മളൊരു 1/4 ഇഞ്ച് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾക്ക് ചുരുങ്ങാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് നമ്മളൊരു 1/4 ഇഞ്ച് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 13.5 എടുത്തിട്ട് പ്ലസ് 3/4 ഇഞ്ചാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ബാക്ക് ഇറക്കുമ്പോൾ നമുക്ക് 13.5 പ്ലസ് നമ്മൾ 3/4 ഇഞ്ച് ആഡ് ചെയ്തു കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് വേണ്ടുന്ന അളവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക് പാർട്ടിൻ്റെ കഴുത്തിൻ്റെ ഇറക്കം പലരും പല രീതിയിൽ എടുക്കാറുണ്ട്. നമ്മൾ എടുക്കുന്ന രീതിയിലാണ് നമ്മൾ പറയണം കേട്ടോ. ഇപ്പോൾ ഈ രീതിയിൽ തന്നെ ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾക്ക് കഴുത്തിൻ്റെ ഇറക്കം ഇവിടെ നിന്ന് ഇങ്ങനെ ഇതുപോലെ ടേപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എടുക്കാം. ടേപ്പ് വെച്ചിട്ട് എടുക്കാം. ഈ ഒരു രീതിയിലേക്ക് എടുക്കാം. നമ്മൾ അങ്ങനെയല്ല എടുക്കാറ്. സാരി ബ്ലൗസിന് നമ്മൾ ഈ രീതിയിലാണ് എടുക്കാറ്. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ രീതിയിലാണ് പഠിപ്പിക്കുന്നത്. ചുരിദാറിനൊക്കെ ഞാൻ ആ രീതിയിലാണ് എടുക്കാറ് കേട്ടോ. നമ്മളതിൽ ക്യാൻവാസ് ഇട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ആ രീതിയിൽ എടുക്കാറ്. പക്ഷേ സാരി ബ്ലൗസിന് നമ്മൾ ഇതുപോലെ എടുക്കാറ്. ഇതിൻ്റെ ബാക്കിൽ ഇവിടെ വന്ന് നിൽക്കുന്ന ഒരു ബാക്ക് പാർട്ടിൻ്റെ വീതി ഈ ഒരു ഭാഗം നമുക്ക് 6 ഇഞ്ചാണ് വന്നത് ഇവിടെ നിന്നിട്ട്. ഓക്കെ, ഇതിൻ്റെ ഈ ഒരു കഴുത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഈ താഴെ ഭാഗം വരെയുള്ള അളവ് നമുക്ക് 6 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 6 ഇഞ്ച് നമുക്ക് എഴുതി വയ്ക്കണം. അതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ട തയ്യൽ തുമ്പ് എന്ന് പറയുന്നത് 3/4 ഇഞ്ചാണ് കേട്ടോ. 6 ഇഞ്ച് നമുക്ക് വന്നു. അതിനുശേഷം നമ്മൾ 3/4 ഇഞ്ച് ആഡ് ചെയ്തു. ഓക്കെ, അതിൻ്റെ കൂടെ തയ്യൽ തുമ്പാണ് ആഡ് ചെയ്യുന്നതാണ് നമ്മൾ അതിനകത്ത് എഴുതിയത്. ഇനി നമുക്ക് വേണ്ടുന്ന അളവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈക്കുഴി തൊട്ട് താഴെ ഭാഗം വരെയുള്ള അളവ്. അത് ഈ ഒരു കക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇതിനെ ഒപ്പാക്കി പിടിപ്പിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ നിവർത്തിയിടാം. എന്നിട്ട് അതിൻ്റെ അളവ് എടുക്കാം. ഈ ഒരു ഭാഗത്തുനിന്ന് പോയിൻ്റ് അളവെടുത്തു, ഈ ഒരു ഭാഗം വരെ എടുത്തു. അപ്പോൾ നമുക്ക് കിട്ടിയത് 7.4 വന്നത്. അതിൻ്റെ കൂടെ നമ്മൾ 3/4 ഇഞ്ച് ആഡ് ചെയ്യണം. 7.4ൻ്റെ കൂടെ നമ്മൾ 3/4 ഇഞ്ച് ആഡ് ചെയ്യണം. 7.4ൻ്റെ കൂടെ നമ്മൾ 3/4 ഇഞ്ച് ആഡ് ചെയ്തു കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി എടുക്കേണ്ട അളവെന്ന് പറഞ്ഞാൽ കൈക്കുഴി ഭാഗം 1 ആണ് എടുക്കാനുള്ളത്. അതിന് മുമ്പ് നമുക്ക് സൈഡ് ഷോൾഡർ കൂടി എടുക്കാനുണ്ട് കേട്ടോ. സൈഡ് ഷോൾഡർ എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈഡ് ഷോൾഡർ എടുക്കാനുള്ളതെന്ന് വെച്ചാൽ ഇവിടെ നിന്നിട്ട് ഇവിടം വരെ ഇത് നമുക്ക് 2 ഇഞ്ചാണ് സൈഡ് ഷോൾഡർ വന്നിട്ടുള്ളത്. ബ്ലൗസിൻ്റെ സൈഡ് ഷോൾഡർ ഇവിടെ വന്നിരിക്കുന്നത് 2 ഇഞ്ചാണ്. ഈ 2 ഇഞ്ചിൻ്റെ കൂടെ നമുക്ക് തയ്യൽ തുമ്പായിട്ട് ഇടാനുള്ളത് 3/4 ഇഞ്ചാണ് തയ്യൽ തുമ്പായി ഇടാനുള്ളത്. ഈ ഒരു സൈഡിലേക്ക് 1/4 ഇഞ്ച് ഒരു പോയിൻറ്റ്, ഈ സൈഡിലേക്കും 1/4 ഇഞ്ച് ഒരു പോയിൻറ്റ്. അപ്പോൾ 1/4 ഇഞ്ച് ഒരു നൂല്, 1/4 ഇഞ്ച് ഒരു നൂലും കൂടി കൂട്ടുമ്പോൾ 3/4 ഇഞ്ച്. അപ്പോൾ അതിൻ്റെ 3/4 ഇഞ്ചാണ്. അപ്പോൾ 2.25 ഇഞ്ചാണ് നമുക്ക് സൈഡ് ഷോൾഡർ വരേണ്ടത് കേട്ടോ. സൈഡ് ഷോൾഡർ നമുക്ക് 2.25 ഇഞ്ചാണ് വരേണ്ടത്. ബാക്കിയുള്ളത് മുഴുവൻ നെക്ക് വൈഡ് കേട്ടോ. ബാലൻസ് വരുന്നതാണ് നെക്ക് വൈഡ് കേട്ടോ. ബാലൻസ് വരുന്നത് നെക്ക് വൈഡ് ഇട്ടെടുക്കണം. ബാലൻസ് കേട്ടോ അതിൻ്റെ. അപ്പോൾ നമുക്ക് ഷോൾഡർ കഴിഞ്ഞിട്ട് ഷോൾഡറിൽ നിന്ന് 2.25 ഇഞ്ച് സൈഡ് ഷോൾഡർ എടുത്താൽ ബാക്കി മൊത്തം ഈ ഒരു ബ്ലൗസിൻ്റെ നെക്ക് വൈഡ് ആയിട്ട് വരും. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ബ്ലൗസിൻ്റെ
മൊത്തം ചെസ്റ്റിൻ്റെ അളവ് എത്രയാണെന്ന് കണക്കാക്കണം. ഫ്രണ്ടും ബാക്കും വേറെ വേറെ എടുത്ത് നോക്കണം, സെപ്പറേറ്റ് ചെയ്ത് നോക്കണം. പിന്നെ അതെന്തുകൊണ്ട് അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബാക്ക് പാർട്ട് മാത്രം നോക്കി അതിൻ്റെ കൂടെ അതേ അളവിനെ ആഡ് ചെയ്യരുത്. ചിലപ്പോൾ ഒരു പക്ഷേ ചില ബ്ലൗസുകളിൽ ഫ്രണ്ടിലെ ചിലപ്പോൾ ഒരു ഭാഗം കൂടുതലും ഒരു ഭാഗം കുറവായിട്ട് വരും. ചിലപ്പോൾ ഇതേ ബാക്ക് പാർട്ടിൻ്റെ അളവ് മൊത്തം ഉണ്ടായിരുന്നു വരില്ല, ചിലപ്പോൾ അതിനേക്കാളും കൂടുതലാവും, ചിലപ്പോൾ അതിനേക്കാളും കുറവായിരിക്കും. അതുകൊണ്ട് ടോട്ടൽ ആഡ് ചെയ്യണം. നമുക്ക് ഈ ഒരു ബാക്ക് പാർട്ടിൻ്റെ എടുക്കണം, അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തെ ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള എടുക്കണം, അതുപോലെ ഈ ഭാഗം തൊട്ട് ഈ ഭാഗം വരെയുള്ള ഈ ഫ്രണ്ടിൻ്റെ ഇത് എടുക്കണം. അങ്ങനെ ടോട്ടൽ എടുത്താലാണ് നമുക്ക് ഈ ഒരു ബ്ലൗസിൻ്റെ മൊത്തം ചെസ്റ്റ് അളവ് എത്രയാണെന്ന് അറിയാൻ പറ്റുള്ളൂ. ചെസ്റ്റ് അളവ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ബ്ലൗസിനെ സംബന്ധിച്ച്. അത് ശ്രദ്ധിച്ച് തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ചെസ്റ്റ് അളവ് എഴുതാനായിട്ട് ചെസ്റ്റ് അളവ് എടുക്കണം. അതുപോലെ തന്നെ മെയിനായിട്ട് ഇപ്പോൾ ചെസ്റ്റ് അളവ് എടുക്കണം. അതിൻ്റെ 3 ഭാഗം, അതായത് ബാക്ക് പാർട്ട് അതുപോലെ ഫ്രണ്ടിൻ്റെ ഈ ഒരു ഹുക്കിൻ്റെയും ഹോളിൻ്റെയും ഭാഗത്ത് മൊത്തം അളവാണ് നമുക്ക് ചെസ്റ്റിൻ്റെ അളവായിട്ട് എടുക്കേണ്ടത് കേട്ടോ. അതെടുത്ത ശേഷം അടുത്തത് പറയാം. ഇനി ഇവിടെ നിന്ന് ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു കക്ഷത്തിൽ നിന്ന് ഈ ഒരു കക്ഷം വരെയുള്ള ഒരളവാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ ഇത് വല്ലാണ്ട് വലിച്ച് എടുക്കാൻ പാടില്ല, ഒരു മീഡിയം വലിക്കാൻ പാടുള്ളൂ. മനസ്സിലായി? ഈ ഒരു ഭാഗത്ത് നിന്ന് വല്ലാണ്ട് വലിഞ്ഞാൻ പാടില്ല, ഒരു ഇടത്ത രീതിയിലൊന്ന് ജസ്റ്റ് അങ്ങനെ പിടിക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു അളവിന് വല്ലാണ്ട് വലിച്ചു കഴിഞ്ഞാൽ അളവ് തെറ്റും. അപ്പോൾ ഈ ഒരു ഇടത്ത രീതിയിൽ വലിച്ചിട്ടുള്ളൂ. അപ്പോൾ 19 ബാക്ക് പാർട്ടിൻ്റെ അളവ് വന്നിട്ടുള്ളത്. 19 ഇഞ്ച് ബാക്ക് പാർട്ടിൻ്റെ അളവ് വന്നിരിക്കുന്ന അളവ്. ഇനി ഫ്രണ്ട് പാർട്ടിൽ നിന്ന് എടുക്കുന്ന അളവ് അതിനോടുകൂടി ആഡ് ചെയ്യും കേട്ടോ. ഫ്രണ്ട് പാർട്ടുകളിൽ നിന്ന് അതുപോലെ ആഡ് ചെയ്യും. ഇനി ഫ്രണ്ട് പാർട്ടിൽ നിന്ന് ഫ്രണ്ടിൽ നിന്ന് നോക്കിയിട്ട് എടുക്കാം. ഈ ഭാഗത്ത് നിന്ന് ഈ ഒരു ഭാഗത്ത് നിന്ന് ഈ ഒരു ഹുക്കിൻ്റെ ഭാഗം ജസ്റ്റ് ഒന്ന് ചെറിയ രീതിയിൽ വലിക്കുക, വല്ലാണ്ട് വലിക്കാണ്ട് ഇങ്ങനെ പിടിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അളവ് പിടിക്കുന്നത് 9.4 കേട്ടോ. അതിന് നേരെ നോക്കുക കേട്ടോ. ഈ ഒരു ഇതിൻ്റെ സമയത്ത് ഹുക്ക് നമ്മൾ ഈ ഒരു വിരലുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പിടിച്ചിട്ടുണ്ട്. ചെറിയ രീതിയിൽ വലിച്ച് പിടിക്കാൻ പാടുള്ളൂ, വല്ലാണ്ട് വലിക്കരുത്, മീഡിയം രീതിയിൽ വലിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഇവിടെ നിങ്ങൾ വലിച്ചെടുക്കുന്ന ആ ഒരു അളവ് അത് പ്രധാന ഇമ്പോർട്ടൻറ്റ്. ചിലർ വല്ലാണ്ട് വലിക്കും, ബ്ലൗസിൻ്റെ അളവ് തെറ്റും. തീരെ വലിക്കാണ്ട് നിൽക്കും, അപ്പോൾ അതും ബ്ലൗസിൻ്റെ അളവ് തെറ്റും. ഇത് രണ്ടും ബ്ലൗസിൻ്റെ അളവ് തെറ്റിക്കുന്നതാണ്. ബ്ലൗസിൻ്റെ പോയിൻറ്റ്സിൽ 4 ഇഞ്ചിന് മുകളിൽ 4 ഇഞ്ച് ഒരു പോയിൻറ്റിന് മുകളിൽ വ്യത്യാസം വന്നൊക്കെ ബ്ലൗസൊക്കെ കംപ്ലയിൻ്റ് ആവും. പിന്നെ ആ ബ്ലൗസ് അത്ര പെർഫെക്റ്റ് വരില്ല കേട്ടോ. അപ്പോൾ അത്രയും ശ്രദ്ധിച്ച് തന്നെ വേണം എല്ലാ പോയിൻറ്റും അളവെടുക്കാനായിട്ട്. അതുകൊണ്ട് മീഡിയം രീതിയിൽ മാത്രം വലിക്കുക. അങ്ങനെ വലിക്കുമ്പോൾ കണ്ടോ ആ ഹുക്കിൻ്റെ ഈ ഒരു അറ്റത്ത് ഭാഗം വന്ന് നിൽക്കുന്ന സ്ഥലം 9.4 വരുന്നത് കണ്ടോ. ഇങ്ങനെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വലിച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ പിടിക്കണം, അത് ചെറുതായിട്ടൊന്ന് വലിക്കും വേണം. അപ്പോൾ 9.4 വരുന്നത് പ്ലസ് 9.4 ഇഞ്ച്. ഇനി അത് ഫ്രണ്ട് പാർട്ട് നോക്കിയിട്ടാണ് കേട്ടോ. ഫ്രണ്ട് പാർട്ടിനെ നോക്കിയിട്ട് ഒരു ഭാഗമായിട്ടുള്ളൂ. ഇനി അപ്പുറത്തെ സൈഡ് ഇതേപോലെ ചിലവർ തയ്ച്ച് വരുമ്പോൾ ഈ ഒരു ഭാഗത്തിനേക്കാൾ അളവ് ഇവിടെ കൂടുതലായിരിക്കും. ചിലപ്പോൾ ഈ ഭാഗത്തിനേക്കാൾ അളവ് ഇവിടെ കുറവായിരിക്കും. കൂടെയും കുറവും ചിലപ്പോൾ ഈക്വലായിട്ടൊക്കെ വരും. പല ആൾക്കാരും പല രീതിയിലും തയ്ക്കാറുണ്ട്. അപ്പം നമ്മൾ മൊത്തം ആ വ്യക്തിക്ക് എത്ര ചെസ്റ്റ് അളവുണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ തന്നെ വേണം കേട്ടോ. പിന്നെ അതിനേക്കാളും പ്രധാന പോയിന്റ് ഇനി വരാൻ പോകുന്നതാണ് കേട്ടോ. ഇതിനേക്കാട്ടിലും ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് ഞാൻ അടുത്തത് പറയാൻ പോകുന്നത്. ആ ഒരു അളവ് പൊതുവെ ആരും എടുക്കാത്ത അളവാണ്. പക്ഷേ എങ്കിൽ ആ അളവ് എടുത്താലാണ് ബ്ലൗസ് ശരിക്കും പെർഫെക്റ്റ് ആയിട്ട് പ്രൊഫഷണലായിട്ട് വരുള്ളൂ. അത് നമ്മൾ ഇനി ഈ ഭാഗത്ത് നിന്ന് അളവ് എടുക്കുമ്പോൾ നമ്മൾ ഈ ഹുക്കിൻ്റെ ഈ ഒരു സംഭവം എടുക്കണമല്ലേ, വേണ്ടോ ഈ ഒരു ഹുക്ക് ഇടാനുള്ള ഒരു ഹോൾ വരുന്നില്ലേ. അപ്പോൾ ഈ ഒരു ഹോളിൻ്റെ ഇവിടെ നിന്ന് വെച്ചിട്ട് വേണം എടുക്കാനായിട്ട്. എന്നിട്ട് ഈ കക്ഷത്തിൻ്റെ ഈ ഒരു സൈഡ് വരെ നമ്മൾ ഇവിടെ സ്ട്രോങ് ആയിട്ട് പിടിച്ചിട്ടുണ്ട്, ഇവിടെ ചെറിയ രീതിയിൽ വലിച്ചു പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഭാഗം 9.4 രണ്ട് ഭാഗം ഈക്വലായിട്ട് തന്നെ വന്നിരിക്കുന്നത്. 9.4 എത്ര 9 18 അരയാണ് വരുന്നത് കേട്ടോ. 18 അരയാണ് വരുന്നത്. ബാക്ക് പാർട്ടിൽ നമുക്ക് എത്ര കിട്ടിയത് 19 കേട്ടോ. 1 ഇഞ്ച് എക്സ്ട്രാ കൂടുതലാണ് ബാക്ക് പാർട്ടിൽ വന്നിരിക്കുന്നത് കേട്ടോ. ഫ്രണ്ടും ബാക്കും നമ്മൾ വ്യത്യാസം വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഫ്രണ്ടിൽ രണ്ട് ഭാഗത്തും ഈക്വലായിട്ടാണ് ഇതിൽ വന്നിരിക്കുന്നത്. ബാക്കിലെ സംബന്ധിച്ച് 1 ഇഞ്ച് കൂടുതലാണ് വന്നിരിക്കുന്നത്. ബാക്കിനെ സംബന്ധിച്ച് കൂടുതൽ വന്നതുകൊണ്ട് അതേ അളവിന് ഇടുകയാണെങ്കിൽ നമുക്കൊരു വ്യത്യാസം വല്ലാണ്ട് വരും. ചെറിയ വ്യത്യാസം എന്ന് വെച്ചാൽ അത് 1/4 പോയിന്റിനേക്കാൾ മുകളിൽ വരുന്നതൊക്കെയും ബ്ലൗസിനെ ബാധിക്കുന്നതായതുകൊണ്ട് നമുക്ക് ആ ഒരു അളവുകളൊക്കെ എടുത്തിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ മൊത്തം ഈ 3 അളവും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നതെന്ന് നോക്കണം. 19 ഇഞ്ച് പ്ലസ് 9.4 പ്ലസ് 9.4 ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ എത്രയാണ് വരുന്നത് അത് കണ്ടുപിടിച്ച് ഇവിടെ ആൻസർ ചെയ്യണം.